പറയുന്ന അർക്കം റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്നാണ് പ്രബോധനത്തിന്റെ തുടക്കം കുറിച്ചത്. ഈ ട്രെയിൻ സ്ഥാപിച്ചതിന്റെ തൊട്ടടുത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറയ്ക്ക് വേണ്ടി സുന്നത്തായിട്ട് വെച്ചൊരു വാതിലുണ്ടാടെ ബാബുസലാം. അതിലൂടെ കയറലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയത്. അതിലെയാണ് ഉംറയ്ക്ക് വരുന്നവർക്ക് കയറൽ സുന്നത്തുള്ള പ്രദേശമാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് അതിലെ കയറാൻ സാധ്യല്ല എന്ന് മാത്രം. തൊട്ട് വലത് എന്റെ ഈ അടുത്ത് കാണുന്ന ഇത് ഇവിടുത്തെ പാലസാണ്. പഴയ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന, ഇപ്പോഴും വ്യത്യസ്ത ദിവസങ്ങളിൽ റമദാനിലും അതുപോലെ ഹജ്ജിന്റെ സീസണിലൊക്കെ രാജാ കുടുംബത്തിന് ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള പാലസാണ്. എന്റെ തൊട്ട് ബാക്കിലുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന് പറയപ്പെടുന്ന വീടാണ്. ആ വീട് അതിന്റെ ശേഷം ഒരു മക്തബാക്കിയിട്ട് ഒരു ലൈബ്രറി ആക്കി മാറ്റിയാണ് ചെയ്തത്. കാരണം പല സമൂഹങ്ങളും കാബാലയത്തിൽ വരുന്ന അതേ ആദരവോടുകൂടി പ്രവാചകൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായപ്പോ അതെല്ലാം മാറ്റിവെച്ചിട്ട് പിന്നീട് ഒരു മക്തബാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ചെറിയൊരു ടെന്റ്, അത് സംസം കിണറിൽ നിന്ന് ശുദ്ധീകരിക്കാതെ തന്നെ വെള്ളം അടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ കാണുന്ന സ്ഥലം. ഈ പഴയ ആളുകൾക്ക് ശുദ്ധീകരിക്കപ്പെടാത്ത സംസം ആവശ്യമുണ്ടായിരുന്നു, അത് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലമാണ് ആ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന നമ്മുടെ ബാക്കിലുള്ള ഈ മലയുണ്ടല്ലോ, മല ഇപ്പൊ കുറച്ച് ചെറുതായതാണ്. അതിലൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നു. അബൂ ഖുബൈസ് മലയാണത്. ഷാബ് അബി താലിബ് എന്ന് പറയും. അബി താലിബിന്റെ ചെരുവ് എന്താണ് ഇതിന്റെ ചരിത്രം എന്ന് നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലേക്ക് ഇറങ്ങാനുള്ള ഉപരോധമുണ്ടായപ്പോ പ്രബോധനത്തിന് തടയിട്ടുകൊണ്ട് പ്രവാചകനെ ഈ പരിസരത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോ പ്രവാചകൻ ഒളിച്ചിരുന്ന, അതല്ലെങ്കിൽ വചനമിരുന്ന ഓടിപ്പോയ പ്രദേശമാണ് ആ ഷാബ് അബി താലിബ് എന്ന് പറയുന്ന ജബൽ അബൂ ഖുബൈസ്. അവിടെയാണ് 3 വർഷക്കാലം ഭക്ഷണം കിട്ടാതെ പച്ചില തിന്ന് ജീവിച്ചു എന്ന് പറയുന്നത്. പച്ചില തിന്നതിന്റെ പേരിൽ ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശമാണ് ഈ കാണുന്ന ഈ മലകളൊക്കെ. ഇങ്ങനെ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഫാത്തിമ ബീവിയൊക്കെ ജീവിച്ചപ്പോ ആ കാബാലയത്തിന്റെ അടുത്ത് പോയപ്പോ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുപോയി റസൂലുള്ളാന്റെ പെരടിയിലിട്ട ആ സംഭവത്തിനൊക്കെ സാക്ഷ്യം വഹിച്ച പ്രദേശമാണ്. മലയാളികൾ സാധാരണ പറയാറുണ്ട് അബൂജഹലിന്റെ വീടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അബൂജഹലിന്റെ കക്കൂസ് എന്നാണ് പറയാറുള്ളത്. സത്യത്തിൽ അബൂജഹലിന്റെ കക്കൂസാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണോ എന്ന് പ്രാമാണികമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പലരും ചോദിക്കുമ്പോൾ അബൂജഹലിന്റെ കക്കൂസ് കണ്ടോന്ന്. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ മാത്രമാണ് ആ കാണുന്ന കക്കൂസാണ്. ആ ആയിരക്കണക്കിന് കക്കൂസുകൾ അവിടെ ഉണ്ട്. അതുപോലെ പരിശുദ്ധ ഹറമിന്റെ തൊട്ടടുത്ത്, കാബാലയത്തിന്റെ തൊട്ടടുത്ത് ഒരു ഹിജ്റുൽ ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജ്റുൽ കാബ്, ഹദീസിൽ പറയുന്ന ഹിജ്റുൽ കാബ് എന്ന കാബയുടെ ചെരുവ് ആദ്യം കാബയിൽ പെട്ടതായിരുന്നു, പിന്നീട് അത് മാറ്റിവെച്ചു. അതിൽ പ്രവാചകൻ പ്രത്യേകം സുന്നത്തായിട്ട് നിസ്കരിക്കല് സുന്നത്തായിട്ട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സ്ഥലമായിട്ട് പറഞ്ഞു. മക്കം ഫത്തഹിന് വേണ്ടി കടന്നു വന്ന് ആദ്യമായിട്ട് കാബാലയം തുറന്ന് റസൂലും വളരെ എണ്ണപ്പെട്ട സഹാബികളും കാബയുടെ ഉള്ളിൽ കയറി നിസ്കരിച്ച് പുറത്തിറങ്ങി. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു ഓടി വരുന്നത്. റസൂലെ എനിക്കുമാണ് കാബന്റെ ഉള്ളിൽ നിസ്കരിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം പ്രവാചകൻ അപ്പോഴേക്ക് ചാവി പൂട്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളെ ഏൽപ്പിച്ചിരുന്നു. ആയിഷ ബീവിനോട് പറഞ്ഞു, ആ ഹിജ്റുൽ കാബിൽ നിസ്കരിച്ചോ, അത് കാബയിൽപ്പെട്ട സ്ഥലമാണ്, കാബയിൽ നിസ്കരിച്ച കൂലി കിട്ടും. അതുകൊണ്ടാണ് ഹിജ്റുൽ കാബയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നിന്നിട്ട് അവിടെ നിസ്കരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ നടക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനമുള്ള പ്രദേശമാണ്. പ്രവാചകനും ഖദീജ ബീവിയും ജീവിച്ചു എന്ന് പറയപ്പെടുന്ന വീട് ഈ കാണുന്ന മറുവയുടെ അപ്പുറത്ത് ഇപ്പൊ പള്ളിയായിട്ട് കിടക്കുന്ന പ്രദേശമാണ്. അല്ലാഹു ആലം എവിടെയെന്ന് അറിയില്ല. അതുപോലെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ദാറുത് തൗഹീദ് എന്ന് പറഞ്ഞ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിന്റെ അടുക്കലായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നത്. അവിടേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മറുവയുടെ ഭാഗത്ത് നിന്ന് അലി റളിയല്ലാഹുവിനെ വിരുപ്പിൽ കടത്തിയിട്ട് ആദ്യമായിട്ട് ഹിജ്റ പോയപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്നാണ് ഷാർജ ഹിജ്റയിലൂടെ നമ്മൾ കണ്ട സൗർ ഗുഹയുടെ പരിസരത്തേക്ക് പോയത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇതുപോലെ നമ്മൾ അറഫയിൽ നിന്ന് കാൽനടയായി വരുന്ന ഒരു ഗുഹയാണ് കാണുന്നത്. നമ്മൾ അവിടുന്ന് നടന്നു പോരുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ആ ഗുഹയിലാണ് ഒന്ന് അവസാനിക്കുക.